നമ്മൾ ആരും സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധിയെ അർഹിക്കുന്നില്ല. ഖദറിന്റെ വെളുപ്പിനെ തോൽപ്പിക്കുന്ന ചിരിചിരിച്ച നമ്മുടെ കാര്യസാധ്യത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കാര്യം സാധിച്ച് 5 വർഷം കാണാമറയത്താകുന്ന ജനപ്രതിനിധികളുള്ള നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരനും അപ്പുറം മനുഷ്യനാകുന്ന സുരേഷ് ഗോപിയെ നമ്മൾ ആരും അർഹിക്കുന്നില്ല. സുരേഷ് ഗോപി എന്ന നടനെ മലയാളം പ്രേക്ഷകർ നെഞ്ചിലേറ്റിയതാണ്. സ്ക്രീനിൽ മിന്നിമായുന്ന സൂപ്പർ താര പരിവേഷങ്ങൾക്കും അപ്പുറം സാധാരണക്കാരുടെ ദുരിതങ്ങളിൽ താങ്ങാവുന്ന പല അവസരങ്ങളിൽ സുരേഷ് ഗോപിയുടെ മുഖം നമ്മൾ കണ്ടു. HIV ബാധിതരായ കുട്ടികളെ അവർ മനസ്സറിയാത്ത കാര്യത്തിന് ഒറ്റപ്പെടുത്തിയ സമൂഹത്തിന് മുന്നിലൂടെ സധൈര്യം നടന്നു ചെന്ന് ചുമലിലെടുത്ത് ലാളിക്കുന്ന സുരേഷ് ഗോപി അന്നൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെയും ഭാഗമായിരുന്നില്ല. മതരാഷ്ട്രീയ ഭേദമന്യേ അയാളിലെ നന്മ നമ്മളൊക്കെ കണ്ടു, അതിന് കൈയടിച്ചു. എന്നാൽ അതിനൊന്നും നാളുകൾക്കപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ മുഴുവൻ സമയ ജനസേവനത്തിനിറങ്ങിയ സുരേഷ് ഗോപി പലർക്കും ശത്രുവായി മാറി. രാജാവാണ്, തമ്പുരാനാണെന്നൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ സുരേഷ് ഗോപിയെ അംഗീകരിക്കാത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമാണ്. കോടികൾ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങളുള്ള സിനിമാ മേഖലയിൽ താൻ വാങ്ങുന്ന പ്രതിഫലം തന്നെ സൂപ്പർ സ്റ്റാർ ആക്കിയ ജനങ്ങൾക്ക് വേണ്ടി കൂടി ഉള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആളാണ് സുരേഷ് ഗോപി. സഹായത്തിന് കൈനീട്ടിയെത്തുന്നവരെ അർഹതയുണ്ടെങ്കിൽ ഇന്നോളം പരിഗണിച്ചിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി താൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കലുങ്ക് സംവാദ സദസ്സ് എന്ന പേരിൽ ജനങ്ങളുമായി സംവദിക്കുവാനുള്ള പരിപാടികൾ നടത്തിയത്. ഗ്രാമീണരായ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ കേന്ദ്രമന്ത്രിയുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദിയാണ് ഈ ഒരു പരിപാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ സമാന രീതിയിലുള്ള ഒരു പരിപാടി സുരേഷ് ഗോപി തൃശൂരിൽ സംഘടിപ്പിച്ചിരുന്നു. കോഫി വിത്ത് SG എന്ന പേരിൽ അന്ന് നടത്തിയ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. തൃശൂരിലെ ഗ്രാമീണ മേഖലയിൽ ഒരു സിനിമാ താരത്തിന്റെ പരിവേഷമില്ലാതെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ കേട്ടറിഞ്ഞ ഒരു പരിപാടി. തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ തൃശൂരിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനോടൊപ്പം ജനങ്ങൾക്കിടയിൽ ഒരു സൂപ്പർ താരത്തിന്റെ പരിവേഷമില്ലാതെ താൻ എപ്പോഴും ഉണ്ടാകും എന്നൊരു അടയാളപ്പെടുത്തലായിരുന്നു ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായി പോയ സുരേഷ് ഗോപി, അതേ സുരേഷ് ഗോപി തൃശൂർ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മികച്ചൊരു മാതൃകയായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി തൃശൂരിൽ നിറഞ്ഞു നിന്ന സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ്. 2021 തോൽവിക്ക് ശേഷം തൃശൂർ എന്ന ലക്ഷ്യം മുൻനിർത്തി മണ്ഡലത്തിനകത്ത് താമസം മാറ്റിയ സുരേഷ് ഗോപി നാളികേര വികസന ബോർഡ് അംഗമെന്ന നിലയിൽ ഓരോ വീട്ടിലേക്കും തെങ്ങും തൈകളുമായി കയറി വന്നു. എന്റെ രാഷ്ട്രീയം വിട്ടേക്കും, ഇത് വളർത്താമെങ്കിൽ വളർത്തിക്കോളൂ എന്ന അന്ന് ST പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ തൃശൂർ ജനതയ്ക്ക് മുന്നിൽ അടയാളപ്പെടുത്തി. കൃത്യമായ കേഡർ സംവിധാനങ്ങളോടെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒത്തിണക്കത്തോടെ സംഘടനാശേഷി പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ. രാഷ്ട്രീയ എതിരാളികൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നതിന് പണ്ടേ സുരേഷ് ഗോപി തൃശൂരിൽ തുടങ്ങിയിരുന്നു. അതിനിടെ പല വിധത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സംഭവം മുതൽ ഒരു വിഷയങ്ങളോടും അതിവൈകാരികമായി പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയുടെ വൈകാരിക ദുർബലതകൾ ഓരോന്നായി മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നിരന്തരം വേട്ടയാടി. സിനിമാ താരങ്ങളെ ജനകീയരായ രാഷ്ട്രീയ നേതാക്കളാക്കി കാണാൻ അല്പം മടിയുള്ള നാടാണ് നമ്മുടേത്. തമിഴ്നാട്ടിൽ MGR കത്തി നിൽക്കുന്ന സമയത്ത് മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ പരസ്യമാക്കിയതാണ്. ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധപ്രകാരം അന്ന് കോൺഗ്രസിലേക്ക് വന്നുവെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് മത്സരത്തെ അഭിമുഖീകരിക്കാൻ പ്രേം നസീർ ഭയപ്പെട്ടിരുന്നു. പിന്നീട് പല സിനിമാ താരങ്ങളും കേരള രാഷ്ട്രീയത്തിൽ കാലിടറി വീണ കാഴ്ച ചരിത്രമാണ്. എന്നാൽ സുരേഷ് ഗോപി അവിടെയാണ് വ്യത്യസ്തനാകുന്നത്. സാധാരണക്കാരുടെ ദുഃഖങ്ങൾ കണ്ടാൽ കണ്ണു നിറയുന്ന ഒരു മനുഷ്യൻ, മുൻപിൻ നോക്കാതെ തന്റെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം മുഖം നോക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സഹജീവികളോട് കരുണയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളെ നിരന്തരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിരന്തരം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തിന് ഒരു അവസരം നൽകി. തൃശ്ശൂരിൽ നിന്ന് നേരത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ തൃശ്ശൂരിൽ നിറഞ്ഞു നിന്ന നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന ഉറച്ച സന്ദേശം നൽകി അദ്ദേഹവും നിരന്തരം തന്റെ വിധേയത്വം പ്രകടിപ്പിച്ചു. ഒരു സിനിമാ താരം എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പരിപാടികൾ കവർ ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും വാർത്താമുറികളിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലും ഒരുപാട് കാഴ്ചക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം സമൂഹത്തിന് മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി. കേരളത്തിലെ 20 ലോക്സഭാ എംപിമാരിൽ അവർ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എത്ര പേരെ നമ്മളൊക്കെ കണ്ടു. കേരളത്തിന് വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു. അവിടെയാണ് സുരേഷ് ഗോപി വ്യത്യസ്തനാകുന്നത്. തന്റെ ആശയങ്ങളും ജനങ്ങളുടെ അഭിലാഷങ്ങളും മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും.
തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കാൻ രാഷ്ട്രീയ എതിരാളികൾ നിരന്തരം ആയുധമാക്കുന്ന ഒന്നാണ് വോട്ട് കൊള്ള ആരോപണം. തൃശൂരിൽ 80,000-അടുത്ത് വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജനാധിപത്യ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ BJP പ്രതിനിധിയാകുന്നത്. സുരേഷ് ഗോപി കുടുംബത്തെയും ഡ്രൈവറെയും ജോലിക്കാരെയും അടക്കം തൃശൂരിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരുകി കയറ്റി തൃശൂരിൽ കൃത്രിമമായി ജയിച്ചു എന്നൊരു പരാതി തൃശൂരിലെ മുൻ ലോക്സഭാംഗമായിരുന്ന TN പ്രതാപനാണ് ആദ്യമായി ഉന്നയിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നിരന്തരം രാഷ്ട്രീയ വിവാദങ്ങളിൽ വലിച്ചിഴക്കപ്പെട്ട സുരേഷ് ഗോപിയുടെ പൊതുജന സമ്മതി നശിപ്പിക്കുവാനുള്ള ഓരോ നീക്കങ്ങളും കേരള ജനത കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപി സംഘടിപ്പിച്ച കലിംഗ സംവാദത്തിലും സമാനമായ പല വിവാദങ്ങളുണ്ടായി. പ്രളയകാലത്ത് മരം കടപുഴകി വീട് നഷ്ടമായ വൃദ്ധൻ നിവേദനവുമായി കേന്ദ്രമന്ത്രിയെ കാണാനെത്തിയപ്പോൾ നിവേദനം വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്നൊരു ആരോപണം ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കേട്ടു. 2021 പ്രളയകാലത്ത് വീട് നഷ്ടമായ തൃശൂർ പുള്ളു സ്വദേശി കൊച്ചുവേലായുധനാണ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. സുരേഷ് ഗോപിയുടെ ഓരോ നാക്കുപിഴകളിലും സസൂക്ഷ്മം വിശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ ഇതും ഒരായുധമാക്കി. കേന്ദ്രമന്ത്രി തിരസ്കരിച്ച വൃദ്ധന് തൃശൂരിലെ CPM നേതൃത്വം വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനവും വന്നു. പിന്നാലെ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച ഒരു സ്ത്രീ തന്റെ പണം തിരികെ കിട്ടാൻ നടപടി ഉണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ ED കണ്ടുകെട്ടിയ പണം തിരികെ ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. അതും വിവാദമായപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ആ ചോദ്യം ഉന്നയിച്ച സ്ത്രീക്ക് അവർ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് 10,000 രൂപ നൽകാൻ നടപടിയുണ്ടായി. ഇതൊക്കെ കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം തീർച്ചയായും തൃശ്ശൂരിലെ ജനതയ്ക്കുണ്ട്. ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണെന്നിരിക്കെ കേന്ദ്രമന്ത്രിക്ക് വേണമെങ്കിൽ ആ നിവേദനം സ്വീകരിച്ച് തന്റെ മുൻഗാമികളായ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ ഒരു വെളുക്കെ ഒരു ചിരിയും ചിരിച്ചൊന്ന് ആലിംഗനവും ചെയ്ത് യാത്രയാക്കിയാൽ അതിലൂടെ കിട്ടുന്ന മൈലേജ് വളരെ വലുതായിരിക്കും. എന്നാൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നും ചെയ്യാൻ പറ്റാത്ത പരിമിതികൾ എന്തൊക്കെയാണെന്നും കൃത്യമായി ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ ഉടനീളം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സുരേഷ് ഗോപി സംഘടിപ്പിക്കുന്ന ഈ ഓരോ ചടങ്ങിലും എത്തുന്ന ജനങ്ങൾക്കും വളരെയധികം പ്രതീക്ഷയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരുടെ കപടതകളൊന്നുമില്ലാതെ കണ്ണീര് കണ്ടാൽ മനസ്സറിയുന്ന സുരേഷ് ഗോപി താൻ ജോലി ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു വിഹിതം തങ്ങളുടെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ നൽകുമെന്ന് പ്രതീക്ഷിച്ചു വരുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അത് സത്യവുമാണ്. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിനുമപ്പുറമുള്ള വിഷയങ്ങളാണെങ്കിൽ സ്വന്തം പണം ചിലവഴിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. സുരേഷ് ഗോപി നിവേദനം തള്ളുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുമ്പോൾ അത് ജനശ്രദ്ധ കിട്ടാതെ പോയ മറ്റൊരു ദൃശ്യവും ഈ കലിംഗ സംവാദ സദസ്സിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി അറിയിച്ച് പുറത്തേക്ക് സ്വന്തം മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് 4 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ ആ വീഡിയോ ദൃശ്യം നിങ്ങളിൽ പലരും കണ്ടു കാണില്ല. കാരണം ഒരു കല്ല് വലിച്ചെറിയുവാനുള്ള ആവേശം ഒരു പൂമാലയിടാൻ ആർക്കും ഉണ്ടായെന്ന് വരില്ല. എന്തായാലും തൃശ്ശൂരിൽ വിവിധ പരിപാടികളുമായി സുരേഷ് ഗോപി നിറയുകയാണ്. ഓരോ പ്രതിബന്ധങ്ങളും കൃത്യമായി തരണം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ഓരോരുത്തരായി നിരായുധരാക്കുന്ന ഇത്തരം ഒരു കാഴ്ച കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. സുരേഷ് ഗോപിക്ക് നേരെ എറിയുന്ന ഓരോ കല്ലും അതീവ പ്രഹരശേഷിയിൽ ശത്രുപാളയത്തിൽ തന്നെ പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗതമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപി തുടങ്ങി വെച്ചിരിക്കുന്ന നിശബ്ദ വിപ്ലവം പൂർവാധികം ശക്തിയിൽ ആഞ്ഞടിക്കുമെന്നൊരു പ്രതീക്ഷ കേരള BJPക്കുണ്ട്. അത്തരമൊരു അത്ഭുതം സംഭവിച്ചാൽ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന് നേരെ നിന്ന് കുരയ്ക്കുന്ന ഒരു നായയുടെ ചിത്രം പോലെ അധമ രാഷ്ട്രീയ പ്രവർത്തനം പിന്തുടരുന്ന കേരളത്തിലെ സുരേഷ് ഗോപി വിരോധികളുടെ ചിത്രങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നത് തീർച്ചയാണ്.